ഇന്ന് എനിക്ക് തോന്നുന്നത് ഇതിൽ വന്ന വളരെ റെലവൻ്റ് ആയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യകർത്താക്കൾ അതിൻ്റെ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കാര്യം. മറ്റൊന്ന് നമ്മൾ സമൂഹത്തിന് ആ ചോദ്യം ചോദിച്ച ആളുകൾക്ക് മാത്രമല്ല സമാനമായ ഇഷ്യൂ ഉള്ള ആളുകൾക്കും അതെന്ത് ചെയ്യും, ഏറെ ഉപകരിക്കുമെന്നുള്ളതാണ്. ഒരു ചോദ്യം വായിക്കാമെന്ന് തോന്നുന്നു. ഒരു ഉമ്മയാണ് ഇതിൽ. എൻ്റെ 4.5 വയസ്സായ കുട്ടി ADHD ഉള്ള കുട്ടിയാണ്. ഞാനൊരു OCD രോഗിയായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ അവനെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരിയാണ്. അവനെ വഴക്ക് പറഞ്ഞതിലും അടിച്ചതിലും ഒരുപാട് ഖേദിച്ച് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വഭാവം മാറാൻ ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വഭാവം അവൻ്റെ സ്വഭാവത്തിലും പ്രകടമാണ്. അത് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്. ബിസ്മില്ല. ഇവിടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് സഹോദരി ചോദിച്ചിരിക്കുന്നത്. 4.5 വയസ്സുള്ള സഹോദരിയുടെ കുട്ടി, അവരുടെ പാരൻറ്റിങ്ങിൽ വന്ന ഒരു വീഴ്ച, ഒരു പോരായ്മയാണ് അവരെ കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്. ഒന്ന്, അവർ ഒരു OCD പേഷ്യൻ്റാണ്. 2, തൻ്റെ കുട്ടി ഹൈപ്പർ ആക്റ്റീവായ അറ്റൻഷൻ ഡെഫിസിറ്റുള്ള ADHD ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ 2 ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഒന്ന് ADHD ആണ്, രണ്ടാമത്തെ OCD ആണ്. OCD എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. സാധാരണ നമ്മൾ മലയാളത്തിൽ അതിന് പറയുന്ന ഒരു വാക്ക് വസ്വാസം. അതായത് ഒരു ചെയ്യുന്ന ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യാനുള്ള ഒരു ത്വര. ആ ഒരു ഒബ്സഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഒരു ഉത്കണ്ഠ രൂപപ്പെടും. അതായത് ഒരു ഡിസോർഡറാണല്ലോ അത്. ഒരു ഉദാഹരണം, ഒരാൾ വുളു എടുക്കുകയാണെങ്കിൽ വുളു എടുക്കുമ്പോൾ ആ വുളു ശരിയായിട്ടുണ്ടോ, അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അത് സ്വീകാര്യമാകുമോ എന്നുള്ളൊരു ആങ്സൈറ്റി അതിൻ്റെ പിന്നിലുണ്ട്. സ്വാഭാവികമായിട്ട് വുളു പൂർത്തീകരിക്കപ്പെടില്ല. കുളിക്കുന്ന ഒരാൾ വൃത്തിയായിട്ടുണ്ടോ, അപ്പോൾ മണിക്കൂറുകളോളം ഒരുപാട് വെള്ളം ചിലവഴിച്ച് റൂമിൽ ടോയ്ലറ്റിൽ കയറി അയാൾ കുളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയാണ് സഹോദരിക്ക് ഉള്ളത്. അപ്പോൾ ആ രോഗാവസ്ഥ രോഗമാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് സഹോദരിക്ക് ആദ്യം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദീനീപരമായ കുറേ നിർദ്ദേശങ്ങളും ഒപ്പം മെഡിക്കേഷനും സൈക്കോതെറാപ്പിയും, CBT എന്ന് പറയും, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള ചികിത്സാ രീതികൾ ഇന്ന് വളരെ കൃത്യമായി ഇത്തരം രോഗങ്ങൾക്ക് ചികിത്സയായിട്ടുണ്ട്. അത് പ്രാപ്യമാക്കുക അല്ലെങ്കിൽ അതിന് വിധേയമാവുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. സ്വാഭാവികമായി നമ്മുടെ മാനസികാരോഗ്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഗർഭധാരണം നിർവഹിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആ ഗർഭധാരണ സമയത്ത് തന്നെ ആ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ കുഞ്ഞിനെയും ബാധിക്കും. കാരണം നമ്മൾ അനുഭവിക്കുന്ന മാനസികാരോഗ്യവും മാനസികാവസ്ഥയും നമ്മുടെ കുട്ടിക്ക് കൂടിയുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവും ഭാര്യയും തമ്മിൽ എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഒരു കുട്ടി വളരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള അറ്റൻഷൻ ഡെഫിസിറ്റുള്ള ADHD ഉള്ള ഒരു കുട്ടി ജനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സമാധാന അന്തരീക്ഷത്തിൽ വളരേണ്ട ഒരു കുട്ടിയാണ് കലുഷിതമായ ഒരു സാഹചര്യത്തിൽ ഗർഭപാത്രത്തിൽ ജന്മം കൊള്ളുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ഉമ്മ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കത്തിൻ്റെ ഒരു വലിയ അളവ് ആ കുട്ടിയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നു. ഇന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ സൈക്കോളജിക്കൽ റീസൺസ് യഥാർത്ഥത്തിൽ ഇത്തരം ഫിസിക്കൽ ഇൽനെസ്സിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ്. ഇതുവരെ അത്തരം പഠനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പുറത്തുവിടാൻ വേണ്ടത്ര ആളുകൾ തയ്യാറായിട്ടുണ്ടായില്ല. ഇപ്പോൾ ആൾമോസ്റ്റ് ആൾ ഡിസീസസ് ആർ സൈക്കോസൊമാറ്റിക്. മിക്ക രോഗങ്ങളുടെയും ബേസിക് റീസൺ സൈക്കോസൊമാറ്റിക് ആണെന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ റീസൺസിൻ്റെ പിൻബലത്തോടു കൂടിയാണ് പല ശാരീരിക രോഗങ്ങളും പുറത്തു വരുന്നത് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സഹോദരി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം സ്വയം തിരിച്ചറിയുകയും അത് കുട്ടിയിലൊരു പ്രശ്നമായി മാറിയപ്പോൾ അത് എങ്ങനെ ഞാൻ പരിഹരിക്കും, കാരണം ഒരുപാട് ഞാൻ കുട്ടിയെ തല്ലിയിട്ടുണ്ട്, വേണ്ടാത്ത ശിക്ഷകൾ നൽകിയിട്ടുണ്ട്, ഇതൊക്കെ തൻ്റെ ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ്. അപ്പോൾ ജനിതകപരമായ കുറേ കാരണങ്ങൾ അതുകൊണ്ട് ADHD ഉണ്ടാവാം. ഇപ്പോൾ വൈ ദർ ഈസ് ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ത് എന്ന് കൃത്യമായിട്ട് ഇന്നും തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ ദർ ആർ സർട്ടൻ അസംഷൻസ് ഉണ്ട്. എന്താണ് അനുമാനങ്ങൾ? അതിലൊന്ന് ജനിതകപരമായ കാരണങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി ജന്മമെടുക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അതിൻ്റെ കാരണമാവാം. എനിവേ നമുക്ക് പറയാനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള ഫർദർ ഡാമേജ് എങ്ങനെ ലഘൂകരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച പോരായ്മകളും അബദ്ധങ്ങളും കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സാധാരണ നല്ല രക്ഷിതാക്കളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതൊരു പരിഹാരം തന്നെയാണ്. രണ്ടാമത്തെ സംഗതി, സഹോദരി എത്രയും പെട്ടെന്ന് സ്വന്തം രോഗാവസ്ഥയ്ക്ക് ഏറ്റവും നല്ല ഒരു ചികിത്സ തേടുക എന്നുള്ളതാണ് രണ്ടാമത്തെ പരിഹാരം. മൂന്നാമത്തത്, ഇത്തരം
അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, അതായത് ഒരു എടുത്തുചാട്ടം, അതാണ് ഹൈപ്പർ ആക്റ്റീവ് ആകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സാധാരണ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശ്രദ്ധ കുറവ് ഉണ്ടാവുക, നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കുട്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക.